ഇന്നൊരു ബിരിയാണി പാളിപ്പോയ കഥയാണ് എനിക്കിവിടെ പറയാനുള്ളത്. ശരിക്കും ഞാനൊരു മുട്ട ബിരിയാണി ഉണ്ടാക്കാനായിട്ടാണ് ഉദ്ദേശിച്ചത്. പക്ഷെ എല്ലാം ഉണ്ടാക്കി വന്നപ്പോഴാണ് ആലോചിച്ചത് മുട്ട ഇട്ടില്ല എന്നുള്ളത്. ഞാൻ മുട്ട ഇട്ടില്ലെന്നല്ല കേട്ടോ, മുട്ട അതിലോട്ട് ചേർത്തില്ല എന്നുള്ളത്. അപ്പോൾ അങ്ങനെ മുട്ടയില്ലാത്ത ബിരിയാണി, കിഴങ്ങ് വെച്ചിട്ട്, കിഴങ്ങ് മാത്രമേ വെജിറ്റബിൾസിൻ്റെ കൂട്ടത്തിൽ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പം കിഴങ്ങിട്ടൊരു ബിരിയാണി അങ്ങനെ തന്നെ തൽക്കാലം പറയാം. കാരണം എന്താണെന്നറിയാമോ, അതിനകത്ത് കിഴങ്ങ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പം എല്ലാവരും ചെയ്യുന്നത് പോലെ കുറച്ച് റിഫൈൻഡ് ഓയിൽ, അതായത് സൺഫ്ലവർ ഓയിലല്ലേ, അതിനകത്താണ് ഞാൻ ഈ തക്കോലവും കറുവപ്പട്ടയും ഗ്രാമ്പും പെരുംജീരകവും പിന്നെ എന്തൊക്കെയോ സാധനം കുനുകുനാന്നിരിക്കുന്ന സാധനങ്ങളല്ലേ, അതൊക്കെ ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ എന്നിട്ട് നന്നായിട്ട് വേവട്ടെ. ഇത് ഇപ്പുറത്തെ അടുപ്പിൽ കണ്ടില്ലേ തീ പുകയുന്നത്, അതെ ഞാനവിടെ വേവിക്കാൻ വെച്ചിരുന്ന മുട്ട കേട്ടോ. ആ മുട്ട പിന്നെ ബിരിയാണി ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ആലോചിച്ചത്, അയ്യോ മുട്ട ചേർത്തിട്ടില്ലല്ലോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ അതെല്ലാം ഒന്ന് നന്നായിട്ട് വഴണ്ട് വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് സവാള ഇട്ട് കൊടുക്കാവേ. ഞാനിതിവിടെ 2 സവാള എടുത്തിട്ടേക്കുന്നു കേട്ടോ. അപ്പോൾ ആ 2 സവാളയ്ക്കകത്ത് കുറച്ച് സവാള മാത്രം നമുക്കൊന്ന് ഫ്രൈ ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ട് ബാക്കി മുഴുവനും ഞാനിതിനകത്ത് വഴറ്റാനായിട്ട് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വഴറ്റട്ടെ കേട്ടോ. നന്നായിട്ട് വഴണ്ട് വന്ന് കഴിയുമ്പോഴത്തേന് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേന് നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഈ മുളക് പൊടിക്ക് നല്ല എരിവുണ്ട് കേട്ടോ. ഞാൻ ആദ്യമൊക്കെ ഇത് വാങ്ങിച്ച സമയത്തില്ലേ നന്നായിട്ട് ചേർത്ത് കൊടുക്കുമായിരുന്നു കളറിന് വേണ്ടി. പിന്നെ കറിക്ക് നല്ല എരിവായി തുടങ്ങിക്കഴിഞ്ഞപ്പം മുളക് പൊടിയുടെ അളവ് കുറച്ച് പതുക്കെ. അപ്പോൾ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. നമ്മൾ ഗ്രാമ്പു മസാല അല്ലല്ലോ, എന്താ പറയേണ്ടത്, നമ്മുടെ ഈ മസാലക്കൂട്ടില്ലേ അത്, ആ മസാലപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. മസാലപ്പൊടി ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ചിക്കൻ മസാലയായിട്ട് ചേർത്താലും മതി. എനിക്കിവിടെ ചിക്കൻ മസാല ഇരിപ്പില്ലായിരുന്നു, അപ്പോൾ ഞാൻ കുറച്ച് മസാലക്കൂട്ടാണ് ചേർക്കുന്നത്, മസാല പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടി നന്നായിട്ടിട്ടൊന്ന് മൂപ്പിക്കുക, ആ പൊടിയുടെ പച്ചമണം മാറുന്നതിന് വേണ്ടി കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേന് നമുക്ക് ഞാനിവിടെ കുറച്ച് സവോള അല്ലല്ലോ കിഴങ്ങ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം കിഴങ്ങും തക്കാളിയും കൂടെ ഞാൻ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ആക്ച്വലി ഈ കിഴങ്ങ് ചേർക്കുന്നതിനോടൊപ്പം തന്നെ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ടയും കൂടെ ചേർക്കുന്നതാണ് പതിവ്. അപ്പോൾ ആ മുട്ട ചേർക്കാനായിട്ടാണ് ഞാനിതിവിടെ വിട്ടുപോയത്. അപ്പോൾ തൽക്കാലം നമുക്ക് കിഴങ്ങും തക്കാളിയും കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കൂടെ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ചേർത്തതിന് ശേഷം നന്നായിട്ടിട്ട് വഴട്ടുക. ഇതൊരു തട്ടിക്കൂട്ട് ബിരിയാണി കേട്ടോ. ഇത് ഉണ്ടാക്കി വന്നപ്പോൾ ഇത് ഇങ്ങനെ ആയി പോയി കേട്ടോ. ശരിക്കും ഒരു ഫ്ലോപ്പായ ബിരിയാണി ആണെന്നുണ്ടെങ്കിലും കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. ഞാൻ ഇത്രയും വിചാരിച്ചില്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൊള്ളില്ല എന്നുള്ളതാണ് വിചാരിച്ചത്. പക്ഷേ ഉണ്ടാക്കി വന്ന് കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇത്രയും കൂടി നന്നായിട്ടിട്ട് വഴറ്റി ഇതിന് ശേഷം കുറച്ച് ഉപ്പ് നമുക്ക് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ആ ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് ആഡ് ചെയ്തതിന് ശേഷം ഞാനിവിടെ കുക്കർ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ ഇനി കുക്കറിനകത്താണ് ചോറ് വേവിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ മസാല എല്ലാം കൂടി നമ്മളൊന്ന് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇതാദ്യമേ ഇത് ചെയ്തുകൂടായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത്, മൊത്തത്തിൽ എല്ലാം പോയി കിടക്കുകയാണ്. അപ്പോൾ അത് കാരണം ഞാൻ ഇപ്പം കുക്കറിനകത്ത് അരി വേവിക്കുന്നതായിട്ടുള്ളതുകൊണ്ട് കുക്കറിനകത്തോട്ട് അത് മാറ്റിയതിന് ശേഷം നമുക്ക് ഈ മസാല, നമ്മൾ അരി കഴുകി വെച്ചേക്കുന്ന അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എല്ലാം തലതിരിഞ്ഞാണെന്നേ ചെയ്യുന്നത്. എന്തായാലും പോട്ടെ, ചെയ്ത്. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഈ അരി കഴുകി വെച്ചത് അതും കൂടി ഇട്ടിട്ട് നമ്മൾ ഈ മസാല വഴട്ടിയ ചട്ടിയില്ലേ, ആ ചട്ടിയിൽ ആ ചട്ടി വഴറ്റിയിട്ട് അതിനകത്ത് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് എടുക്കാവേ കേട്ടോ. ആ വെള്ളമാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്, ആ കളർ കേട്ടോ. അപ്പോൾ ആ വെള്ളവും കൂടി ചേർത്ത് അരി മുങ്ങിക്കിടക്കുന്ന പരുവമില്ലേ, ആ മുങ്ങിക്കിടക്കുന്ന പരുവത്തിൽ നമ്മൾ എടുക്കുക. അപ്പോൾ നമ്മളിനി ഉപ്പ് ആഡ് ചെയ്യുന്നില്ല. ഞാൻ ആ വെള്ളത്തിനകത്ത് കുറച്ച് നാരങ്ങ ഞാനാണെങ്കിൽ സ്ക്യൂസ് ചെയ്തിട്ട് ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടി അതും ഇതിനോടൊപ്പം ഉണ്ട് കേട്ടോ. കാരണം അരി ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ടാണ് ഞാൻ ചേർക്കുന്നത്. ചെറിയൊരിത് എന്താ പറയുക, വേർവിട്ട് അരി ഇങ്ങനെ വെന്ത് കുഴഞ്ഞു പോകാതിരിക്കാനും കൂടെ കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് അടച്ച് വെച്ച് മാക്സിമം ഒരു 2 വിസിൽ മതിയാവും. ഞാനിവിടെ 1 വിസിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേനും
കുറച്ച് സാധനങ്ങൾ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഞാനിവിടെ കാണിക്കാനായിട്ട് വിട്ടുപോയി കേട്ടോ. അപ്പോൾ എനിക്ക് ചേർത്ത് കൊടുത്ത് പറയുന്നില്ല, കുറച്ച് മല്ലിയിലയും പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവോളയും പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഇതെല്ലാം കൂടിയാണ് ഞാൻ രണ്ടാമത് ആഡ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ ഒരു വിസിൽ കഴിയുമ്പോൾ നമ്മളൊന്ന് ആഡ് ചെയ്തെടുത്ത് ഒരു വിസിലും കൂടി ഇതിനോടൊപ്പം ചേർത്ത് ഒന്ന് ഇത് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായിട്ട് നല്ല സൂപ്പർ ബിരിയാണി ഉണ്ടോ, കണ്ടില്ലേ? ബിരിയാണി എന്നൊക്കെ പറയാമോ എന്നറിയത്തില്ല, ഒരു തട്ടിക്കൂട്ട് ചോറ്. കാരണം ഇവിടെ കറിയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ എന്തുകൊണ്ട് ഞാനിങ്ങനെ ആലോചിച്ച്, അപ്പോൾ എന്തായാലും നമ്മൾ ചോറ് വെക്കണമെങ്കിൽ കറി സെപ്പറേറ്റ് വെക്കണം. ഇത് രണ്ടും കൂടെ ഒരുമിച്ചാകുമ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ, ബിരിയാണി എന്ന് പറഞ്ഞ് പിള്ളേരെയൊക്കെ പറ്റിക്കുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെ നമ്മുടെ ബിരിയാണി റെഡിയായി. ബിരിയാണി എന്നൊന്നും പറഞ്ഞിട്ട് തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബിരിയാണി എന്നും പറയാം, എന്താ പറയേണ്ടത്, മസാല ചോറെന്നും പറയാം. പിന്നെ നിങ്ങളുടെ നാട്ടിൽ എന്തൊക്കെയാണ് പറയണതെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഇതെല്ലാം ചേർത്ത് അല്ലേ ഒരു പാത്രത്തിനകത്തോട്ട് നമുക്ക് സെർവ് ചെയ്യാവേ. അപ്പോൾ അതിനോടൊപ്പം നമുക്ക് കഴിക്കാനായിട്ടാണെങ്കിൽ ഞാൻ സാലഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, കുക്കുംബർ സാലഡ്. അപ്പോൾ കുക്കുംബർ സാലഡും നമുക്ക് കുറച്ച് 2 പപ്പടം, എന്താ പറയേണ്ടത്, ഒരു വഴിക്ക് പോകുന്നതല്ലേ, ഇരുന്നോട്ടെ. അപ്പോൾ 2 പപ്പടം, കുറച്ച് അച്ചാർ, ഇത്രയും മതി ഈ ചോറ് കഴിക്കാനായിട്ട്. പ്രത്യേകിച്ച് കറികളുടെ ആവശ്യമൊന്നുമില്ല. ദേ കണ്ടില്ലേ. അപ്പോൾ നമ്മളൊരു ചോറ് വെക്കുകയാണെങ്കിൽ അതിനോടൊപ്പം തന്നെ കുറേ കറികൾ ഉണ്ടാക്കുന്നതൊക്കെ, ഇതാകുമ്പോൾ ഒറ്റയടിക്കെല്ലാം തീർന്നല്ലോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടിരിക്കുകയാണ്. കുട്ടൂനെ പറ്റിക്കാൻ വേണ്ടി ഉണ്ടാക്കിയത് കേട്ടോ. പക്ഷേ എന്നാലും അവൾ കഴിച്ചിട്ട് പറഞ്ഞു കേട്ടോ സൂപ്പറായിട്ടുണ്ടായിരുന്നെന്ന്. അപ്പോൾ അങ്ങനെ അവൾക്ക് കൊടുത്തു. ദേ കണ്ടില്ലേ, കുഴച്ച് കഴിക്കുന്നതാണ്. അപ്പോൾ അത് കഴിച്ചു. ദേ കണ്ടില്ലേ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു, കൂടെ കുട്ടൂനും ഇഷ്ടമായോ. അപ്പോൾ ഓക്കെ, ബൈ.